സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞ ദിവസം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 140 മണ്ഡലങ്ങളിലായിട്ട് ഏതാണ്ട് 1200ഓളം സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. പലരും 2 സെറ്റോ അതിലധികമോ പത്രികകൾ വീതം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 2000-ലധികം പത്രികകൾ ഇതിനോടകം സമർപ്പിച്ചിട്ടുണ്ട്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പല പത്രികകളും തള്ളിക്കളയും. കാരണം എന്തെങ്കിലുമൊക്കെ സാങ്കേതിക പിഴവുകളും ഒക്കെയുള്ള പത്രികകളെല്ലാം തന്നെ തള്ളിക്കളയാനാണ് സാധ്യത. 26-ാം തീയതിയാണ് പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന ദിനം. അതായത് വ്യാഴാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം. നിരവധി അപരന്മാരും ഒപ്പം തന്നെ റിബൽ സ്ഥാനാർത്ഥികളും ഒക്കെ ഇത്തവണ പത്രികകൾ കൊടുത്തിട്ടുണ്ട്. പല പാർട്ടികൾക്കും അത് വെല്ലുവിളിയാണ്. അപ്പോൾ അവരെയൊക്കെ തന്നെ പറഞ്ഞ് അനുനയിപ്പിച്ചുകൊണ്ട് പത്രിക പിൻവലിപ്പിക്കാനുള്ള ഒരു സമയം അത് വ്യാഴാഴ്ച വരെയുണ്ട്. 26-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി. എന്തായാലും കേരളത്തിലെ 3 മുന്നണികളിലെയും പ്രമുഖ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പത്രിക പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പല വാർത്തകളും കണ്ടതാണ്. പല സ്ഥാനാർത്ഥികളും അവസാന നിമിഷമാണ് പത്രികകൾ സമർപ്പിച്ചത്. ആ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞതിന്റെ ആദ്യ ഒരു പ്രാഥമിക പരിശോധന നടത്തുമ്പോൾ പല പത്രികകളിലും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ തന്നെ തെറ്റുകളെല്ലാം തന്നെ തിരുത്തിക്കൊണ്ടാണ് പല സ്ഥാനാർത്ഥികളും വേണ്ടുന്ന രേഖകളും ഒക്കെ തന്നെ വീണ്ടും സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് പത്രികകൾ സമർപ്പിച്ചത്. അത്തരത്തിൽ ഇന്നലെ വൈകിട്ട് 3 മണിക്ക് പത്രികാ സമർപ്പണത്തിലുള്ള സമയപരിധി അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. അപ്പോൾ ഇന്നലെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ഇത്തവണ മത്സരിക്കുകയാണ്. ആ നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ചിരിക്കുന്ന നാമനിർദ്ദേശ പത്രികകളിൽ ഗുരുതരമായ പിഴവുണ്ട് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. കോൺഗ്രസ് പാർട്ടിയാണ് അത്തരമൊരു ആരോപണം തെളിവുകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഗുരുതരമായ പിഴവുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ആ പിഴവെന്ന് പറയുന്നത് തന്റെ പേരിലുള്ള സ്വത്തുക്കൾ പൂർണ്ണമായിട്ടും ആ സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കാണിച്ചിട്ടില്ല. സ്വത്തുക്കൾ മറച്ചു വെച്ചുകൊണ്ടാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതിനുള്ള തെളിവുകൾ ഇന്നലെ കോൺഗ്രസ് INC കേരള എന്ന് പറയുന്ന പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിഭാഗം അതിന്റെ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന് ബംഗളൂരുവിൽ ഒരു സ്വന്തമായിട്ടൊരു വസതിയുണ്ട്. ആ വസതി ഏതാണ്ട് 200 കോടിയോളം രൂപ മൂല്യം വരുന്ന ഒരു ഭൂമിയിലാണ് ഒരു ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ തന്റെ പേരിൽ അത്തരം ഒരു ബംഗ്ലാവ് ഉണ്ട് എന്നുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടില്ല എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. നേരത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന കാലയളവിൽ രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന ഭൂമിയുടെ കാര്യം, ഇതിനകത്ത് വീടിന്റെ കാര്യമൊക്കെ തന്നെ തന്റെ സ്വത്തുക്കളുടെ പട്ടികയിൽ പെടുത്തിയിരുന്നു. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതൊന്നും തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടില്ല എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ബംഗളൂരുവിലെ കോറമംഗല എന്ന് പറയുന്ന സ്ഥലത്ത് കോറമംഗല 3rd ബ്ലോക്കിൽ 408 നമ്പർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ പറയുന്ന ഭൂമി. അത് 1.07 ഏക്കർ ഭൂമിയാണ് രാജീവ് ചന്ദ്രശേഖരന് ഉള്ളത്. ആ ഭൂമിയിൽ ഏതാണ്ട് 49,000 ചതുരശ്ര അടിയിലാണ് പടുകൂറ്റൻ ബംഗ്ലാവ് ഉള്ളത്. അത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലാണുള്ളത്. അതിന് തെളിവായിട്ട് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്ന രേഖ എന്ന് പറയുന്നത് ഈ വീടിന് വേണ്ടിയിട്ട് ഈ ഭൂമിക്ക് ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ വർഷം മാർച്ച് 17-ന് ടാക്സ് അടച്ചതിന്റെ നികുതി അടച്ചതിന്റെ രസീത് ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂമി വില അല്ലെങ്കിൽ ഉയർന്ന വിലയുള്ള ഒരു പ്രദേശമാണ് ഈ കോറമംഗലം എന്ന് പറയുന്നത്. അവിടെ ഓരോ ചതുരശ്ര അടിക്കും 38,000 മുതൽ 50,000 രൂപ വരെയാണ് വില. അത്രയ്ക്കും പോഷായിട്ടുള്ള ഒരു ഏരിയയിലാണ് രാജീവ് ചന്ദ്രശേഖരന് ഏതാണ്ട് 1.07 ഏക്കർ ഭൂമിയുള്ളത്. ആ ഭൂമിയിലാണ് ഏതാണ്ട് 49,000 അടി ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുള്ളത്. എന്നാൽ ഈ വിവരം രാജീവ് ചന്ദ്രശേഖർ തന്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. അത് മറച്ചു വെച്ചിരിക്കുന്നു. അത് അങ്ങേയറ്റം ഗുരുതരമായ തെറ്റാണ്. ഇത് രാജീവ് ചന്ദ്രശേഖരനെതിരെ നടപടിയെടുക്കണം. അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്, ഒരു കുറ്റമാണത്.
അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് തന്റെ പേരിൽ സ്വന്തമായിട്ട് ഭൂമിയോ വീടോ ഒന്നും തന്നെ ഇല്ല എന്നാണ്. അതൊക്കെ തന്നെ കളവാണ് എന്ന് ഈ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് കോൺഗ്രസ് ആരോപിക്കുകയാണ്. കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് കോൺഗ്രസ് പറയുകയാണ്. ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കാണുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ അയോഗ്യനാക്കാവുന്ന ഒരു കുറ്റമാണ് അത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനെ അയോഗ്യനാക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തില് കോൺഗ്രസിന്റെ ഈ പരാതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് ഏവരും ആകാംക്ഷയോടെ നോക്കുന്നത്. അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖര് തന്റെ ബംഗളൂരുവിലുള്ള ആ ഒരു പ്രോപ്പർട്ടി, ആ വസ്തുവും വീടും അതിനെക്കുറിച്ച് ഈ സത്യവാങ്മൂലത്തിൽ എന്തുകൊണ്ട് മറച്ചു വെച്ചു? 2024 അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടിയതാണ്. അദ്ദേഹം സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയ പ്രോപ്പർട്ടിയാണ്. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അത് ആ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്താൻ മറന്നുപോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് മറച്ചു വെച്ചു എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഈ വിഷയത്തില് BJP വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവരുടെ സംസ്ഥാന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി A. സുരേഷ് അദ്ദേഹം ഇതിനകത്ത് കാര്യമൊന്നുമില്ല, കഴമ്പൊന്നുമില്ല, അത് വെറും ആരോപണമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ടെങ്കിൽ പോലും BJP നേതാക്കൾക്കിടയിൽ വലിയൊരു ആശങ്ക, പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖരനെതിരായി ഉയർന്നിരിക്കുന്ന ആരോപണം അത് ശരിയാണെന്ന് കാണുകയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ പരിശോധനയിൽ അത് ശരിയാണെന്ന് കാണുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ അയോഗ്യനാക്കേണ്ടി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ളവരും അവരുടെ പങ്കാളികളുടെ ഉൾപ്പെടെ സ്ഥാവര ജംഗമ വസ്തുക്കളും അതിന്റെ സ്വത്തുക്കളും എല്ലാ വിവരങ്ങളും സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രോപ്പർട്ടി പോലും ഒഴിവാക്കാൻ പാടില്ല, തങ്ങളുടെ കയ്യിലുള്ള ഒരു രൂപയുടെ പോലും കുറവുണ്ടാകാൻ പാടില്ല. എല്ലാ സ്വത്തുക്കളും സ്വന്തം ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരുള്ളതും എല്ലാ തരത്തിലുള്ള സ്വത്തുക്കളും സ്ഥാനാർത്ഥികൾ ഈ പറയുന്ന പോലെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടേണ്ടതാണ്. അങ്ങനെ ചൂണ്ടിക്കാട്ടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. അത്തരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അങ്ങനെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിൽ പ്രോപ്പർട്ടിയുടെ കാര്യം ഈ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, തന്റെ പേരിലുള്ള ആ വസ്തുവിന്റെയും വീടിന്റെയും കാര്യം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ അയോഗ്യനാക്കാൻ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരവും ഉണ്ടായിരിക്കും. എന്തായാലും BJP ഈ വിഷയത്തിൽ ഇത് ആരോപണമാണ്, അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറഞ്ഞ് തള്ളുന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് വലിയൊരു കുരുക്കായിട്ട് മാറിയിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയിൽ BJP പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.